ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രൈ ഫ്രൂട്ട്സ് പോഷകങ്ങൾ നിറഞ്ഞതും കൊണ്ടു നടക്കാൻ എളുപ്പമുള്ളതും പെട്ടെന്ന് ഊർജം നൽകുന്നതുമായ മികച്ച ആരോഗ്യകരമായ ലഘുഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നതുപോലെ ഇവ അമിതമായി കഴിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. അഡ്വാൻസസ് ഇൻ ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാനും ഉയർന്ന കാലറി കാരണം ശരീരഭാരം കൂടാനും നാരുകൾ അമിതമാകുന്നതിലൂടെ ദഹനപ്രശ്നങ്ങൾക്കും കാരണമാകും. ഇവ പ്രമേഹ രോഗികൾക്കും വൃക്ക സംബന്ധമായ അസുഖമുള്ളവർക്കും ചിലപ്പോൾ വെല്ലുവിളിയായേക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് പോഷകസമൃദ്ധമാണെങ്കിലും അവയിൽ കാലറി കൂടുതലാണ്. ഇവ അമിതമായി കഴിക്കുന്നത് താഴെ പറയുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കുറഞ്ഞ അളവിൽ കൂടുതൽ കാലറി അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ അമിതമായി കഴിക്കുന്നത് വണ്ണം കൂടാൻ കാരണമാകും. ഉയർന്ന അളവിലുള്ള നാരുകൾ ഗ്യാസ്, വയറുവീർക്കൽ, വയറിളക്കം എന്നിവയ്ക്ക് കാരണമായേക്കാം. ഉണക്കമുന്തിരി, ഈന്തപ്പഴം എന്നിവയിൽ പഞ്ചസാര കൂടുതലായതിനാൽ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം. ചിലർക്ക് അണ്ടിപ്പരിപ്പുകൾ കഴിക്കുന്നത് ചൊറിച്ചിൽ അല്ലെങ്കിൽ നീർവീക്കം പോലുള്ള അലർജികൾക്ക് കാരണമായേക്കാം. ദിവസവും ഡ്രൈ ഫ്രൂട്ട്സ് എത്ര കഴിക്കാമെന്ന് നോക്കാം. മിതമായ അളവിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ദിവസവും 20-30 ഗ്രാം എന്നുവെച്ചാൽ ഒരു ചെറിയ കൈപ്പിടി അളവ് കഴിക്കാം. കഴിക്കുമ്പോൾ വ്യത്യസ്ത ഇനങ്ങൾ കലർത്തി കഴിക്കുക. ഉദാഹരണത്തിന് 5-6 ബദാം, 2-3 വാൾനട്ട്, കുറച്ച് ഉണക്കമുന്തിരി, ഈന്തപ്പഴം എന്നിവ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് അനുയോജ്യം. കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് നോക്കാം. പെട്ടെന്നുള്ള ഊർജത്തിനാണെങ്കിൽ അത് രാവിലെ കഴിക്കാം. അതുപോലെ പ്രകൃതിദത്ത ഇന്ധനമായി വ്യായാമത്തിന് മുമ്പ് കഴിക്കാം. അനാവശ്യമായ വിശപ്പ് ഒഴിവാക്കാൻ ലഘുഭക്ഷണമായി ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കാം. ബദാം രാത്രി കുതിർത്തി വെച്ച് രാവിലെ കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കാൻ സഹായിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് തീർച്ചയായും ആരോഗ്യകരമാണ്, പക്ഷേ അവ എത്ര വേണമെങ്കിലും കഴിക്കാവുന്ന ഭക്ഷണമല്ല. മിതമായ അളവിൽ കഴിക്കുന്നതിലൂടെ പാർശ്വഫലങ്ങളില്ലാതെ അവയുടെ പൂർണ്ണ ഗുണം സ്വന്തമാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.